ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ബലം വരാൻ കുറച്ച് ദിവസങ്ങളേ ഉള്ളല്ലോ. ഇതിനെതിരെ വി ഡി സതീശനെതിരെ എറണാകുളത്ത് ഫ്ലക്സ് ബോർഡ് പ്രത്യക്ഷപ്പെട്ടു എന്ന് വാർത്ത വരുന്നുണ്ടല്ലോ. രമേശിനെതിരെ അനുകൂലിക്കുന്ന ഫ്ലക്സ് ബോർഡ് കണ്ടു എന്നൊക്കെ ചില വാർത്തകൾ നമ്മുടെ ന്യൂസ് റൂമിലേക്ക് വരുന്നുണ്ട്. എന്താണ് അതിൻ്റെ വിശദാംശങ്ങൾ? കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചകൾ ഒരുപക്ഷെ അതിന്റെ എല്ലാ സീമകളും ലംഘിക്കുന്നു. പിന്നീട് KPCC അധ്യക്ഷൻ തന്നെ അത്തരത്തിലുള്ള പരസ്യ പ്രതികരണം പാടില്ല എന്നുള്ളത് വിലക്കുകയും ചെയ്തിരിക്കുന്നു. ഈ ഒരു ഘട്ടത്തിൽ കൂടിയാണ് എറണാകുളത്ത്, അതായത് പ്രതിപക്ഷ നേതാവിന്റെ സ്വന്തം ജില്ലയിൽ തന്നെ അദ്ദേഹത്തിനെതിരെ ഫ്ലക്സ് ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. DCC എറണാകുളം DCCക്ക് തൊട്ട് ഓപ്പോസിറ്റ് എതിർവശത്താണ് ഇങ്ങനെ ഒരു ഫ്ലക്സ്. ഞാൻ ഈ ഭാഗത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇതാണ് ആ ഫ്ലക്സ്. PR വർക്കിന്റെ ബലത്തിൽ രമേശിയെ പോലെയുള്ള സീനിയർ നേതാക്കളെ താറടിച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാനുള്ള സതീശന്റെ വ്യാമോഹം വിലപ്പോകില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫാമിലി എന്ന ഒരു പേരിലാണ് ഇങ്ങനെ ഒരു ഫ്ലക്സ് വെച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇവിടെ എത്തി, അതായത് എറണാകുളത്ത് രമേശ് ചെന്നിത്തല വരികയും അദ്ദേഹം ഈ പാർട്ടിക്ക് വേണ്ടി എത്രത്തോളം താനൊരു സീനിയറാണ് എന്നുള്ള ഒരു പ്രസംഗം ഒക്കെ അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു. താൻ 82-ൽ മന്ത്രിയായത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗമുണ്ടായിരുന്നു. ഇപ്പോൾ വി ഡി സതീശന്റെ PR പണി അവസാനിപ്പിക്കുക, കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ഹൈക്കമാൻഡ് തീരുമാനിച്ചുകൊള്ളുമെന്നുള്ള രണ്ടാമത്തെ ഫ്ലക്സും ഇതേ ഭാഗത്ത് തന്നെ, അതായത് DCCയുടെ തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഭാഗത്ത് ഇങ്ങനെ 2 ഫ്ലക്സുകളാണ് ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ഇത് ആരെഴുതി എന്നുള്ളത് ഇതിൽ പറഞ്ഞിട്ടില്ല, മറ്റതിൽ കോൺഗ്രസ് ഫാമിലി എന്നുള്ളത് എഴുതിയിരിക്കുന്നു. അങ്ങനെ ഒരു ഫ്ലക്സ് യുദ്ധം കൂടി ഈ ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി വലിയ തർക്കവും വലിയ ചർച്ചകളും നടക്കുന്ന ഒരു ഘട്ടത്തിൽ എറണാകുളത്ത് പ്രത്യക്ഷപ്പെടുകയാണ്. SK ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.